കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേളാങ്കണ്ണിയിലേക്കുള്ള ട്രെയിൻ യാത്രയാണ് കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേളാങ്കണ്ണിയിലെ പള്ളികളും പരിസര പ്രദേശവും അതുപോലെ ഞങ്ങളുടെ മുടി മുട്ടയടിക്കുന്നതും ഒക്കെ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രെയിൻ കോട്ടയത്ത് ഏകദേശം 20 മിനിറ്റ് ലേറ്റായിട്ട് ആണ് എത്തിയതെങ്കിലും വേളാങ്കണ്ണിയിൽ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എത്തിച്ചായിരുന്നു. 5:45 തന്നെ നമ്മൾ എത്തിച്ചു. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോക്കാരൻ ഈ പള്ളിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കൊണ്ട് നമ്മളെ ആക്കി. 100 രൂപയായിരുന്നു ഓട്ടോ കൂലി കേട്ടോ. അപ്പോൾ അങ്ങനെ റൂമിൽ നിന്ന് എല്ലാവരും കയറി ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മളത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ പതിയെ പള്ളിയിലോട്ട് പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളം കുർബാനയുണ്ട്. അപ്പോൾ നമ്മളത് മലയാളം കുർബാന കൂടുന്നതിന് വേണ്ടിയിട്ട് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പുതുപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ്. ഇതിൻ്റെ പുറകോട്ട് ഇനിയും കുറേ നടന്നാലേ ഉള്ളൂ നമ്മുടെ മലയാളം മാസമൊക്കെയുള്ള പള്ളിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. മോർണിംഗ് സ്റ്റാർ എന്ന പേരുള്ള പള്ളിയിലാണ് മലയാളം കുർബാന നടക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ പള്ളിയിൽ നിന്നും നമ്മുടെ മലയാളം മാസം നടക്കുന്ന പള്ളിയിലോട്ട് കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പുറത്തിറങ്ങിയപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയിലോട്ട് 50 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിള്ളേരെയൊക്കെ ആയിട്ട് നടന്നു പോകാൻ ഇച്ചിരി പാടാണ്. പിള്ളേരുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും കൂടെ നടന്നു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് പോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ 500 മീറ്ററോളം നമ്മൾ നടന്നാലാണ് നമുക്ക് മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ എത്താൻ പറ്റുന്നത്. നമ്മളങ്ങനത്തെ മോർണിംഗ് സ്റ്റാർ പള്ളിയിലെത്തി. ഉള്ളിലേക്ക് പോകലാമാ. അപ്പോൾ ഓട്ടോ പള്ളിയുടെ ഫ്രണ്ട് വരെ വരും കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പള്ളിയിലെത്തി. മലയാളം കുർബാന തുടങ്ങാനുള്ള സമയമായി. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലോട്ട്. ഇതാണ് നമ്മുടെ വേളാങ്കണ്ണിയിലെ പ്രശസ്തമായ സേക്രഡ് ഹാർട്ടിൻ്റെ സ്റ്റാച്യു. 2018 ഈ സ്റ്റാച്യു നിർമ്മിച്ചത്. ഏതാണ്ട് 62 അടിയാണ് ഈ സ്റ്റാച്യുവിൻ്റെ മൊത്തത്തിലുള്ള ഉയരം. ഈശോയ്ക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റാച്യു, ഒരു ഗ്രോട്ടോയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. കർത്താവും കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഏരിയയാണിത്. നമ്മുടെ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മലയാളം കുർബാനയൊക്കെ കൂടിയിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് നമ്മൾ നടന്നാണ് പോകുന്നത്. ഒരു 10 മിനിറ്റോളം എടുത്ത് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റോളം എടുത്ത് കേട്ടോ ഇവിടം വരെ എത്താൻ. നല്ല വെയിലാണ്. ഇതുവഴി അങ്ങ് നടന്നു പോയാൽ അങ്ങ് വേറൊരു പള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ വേറൊരു പള്ളിയുണ്ട്. അതിനുശേഷം ഇതൊരു ആരാധന പള്ളിയാണ്. അങ്ങേ അറ്റത്ത് കാണുന്നതും ഒരു ആരാധന പള്ളിയാണ്. ഇതാണ് മെയിൻ പള്ളി, കത്തീഡ്രൽ പള്ളി. നമ്മളിപ്പോൾ കത്തീഡ്രൽ പള്ളിയിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളി വന്ന് കുർബാനയൊക്കെ കൂടി, മലയാളം കുർബാനയൊക്കെ കൂടി. ഇനി ഞങ്ങൾ മുട്ടയടിക്കാൻ പോകണം കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെ പോയി മുട്ടയടിക്കാൻ പോവാണ്. തലമുടിയൊക്കെ മുട്ടയടിച്ച് പാപങ്ങളെല്ലാം തീർത്ത് പുതിയ മനുഷ്യനായി വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി കൂപ്പൺ എടുക്കാൻ പോവാണ്. 2 എണ്ണമാണ്. കൂപ്പണൊക്കെ കിട്ടി. 50 രൂപയാണ് ഒരാൾക്ക് മുട്ടയടിക്കുന്നതിന്. 2 പേർക്ക് ബ്ലേഡില്ലാണ് എന്താണ്. അതിനുശേഷം ഇവിടെ വന്ന് മുട്ട ബ്ലേഡൊക്കെ കിട്ടി. 2 പീസ് ബ്ലേഡൊക്കെ കിട്ടി. ഈ ബ്ലേഡും കൊണ്ട് നമ്മൾ മേളിൽ പോകണം മുട്ടയടിക്കാൻ. പുതിയ മനുഷ്യനാകുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മുട്ടയടിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. മുട്ടയടിക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ്. അപ്പോൾ അങ്ങനെ സനു മുട്ടയടിക്കാൻ പോവാണ് കേട്ടോ. ഭയങ്കര ടൈറ്റാണോ? റബ്ബറായിട്ടാണ് കെട്ടി വെക്കുന്നത്.
രണ്ട് സൈഡിലെ മുടി വകഞ്ഞ് കെട്ടി വെക്കുമോ കേട്ടോ. ആ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദനയാണോ അത് ഇടുമ്പോൾ? ആണോ? മുറിഞ്ഞ് കേട്ടോ, മുറിഞ്ഞ് ചുകര കണ്ട്. ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ച് സെറ്റായി. എന്നിട്ട് ഞങ്ങളത് പതിയെ പോവാണ്. പഴയ ആളല്ല, പുതിയ ആൾക്കാരായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ. നമ്മൾ മലയാളം കുർബാനയിൽ പങ്കുകൊണ്ട മോർണിംഗ് സ്റ്റാർ ചർച്ചിനോട് ചേർന്നിരിക്കുന്ന വേറൊരു പള്ളിയാണിത്. ഈ പള്ളി പക്ഷേ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ലാന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്നറിയാൻ എന്തൊക്കെ മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ഗ്രോട്ടോയുണ്ട്. പരിശുദ്ധ അമ്മയുടെ കുളം എന്നു പേരുള്ള ഒരു പള്ളിയാണിത്. 16-ാം നൂറ്റാണ്ടിൽ ഒരു പാൽക്കാരൻ പയ്യനെ പരിശുദ്ധ അമ്മ ഈ കുളത്തിൻ്റെ കരയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് ഈ പള്ളിയുടെ ഒരു ഐതിഹ്യം. അപ്പോൾ അങ്ങനെ 16-ാം നൂറ്റാണ്ട് മുതൽ ഇവിടുത്തെ ഈ ഒരു കുളം അനുഗ്രഹങ്ങളുടെ ഒരു കുളമായി അറിയപ്പെടുകയാണ്. ഇവിടുത്തെ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നും നമുക്ക് മാതാവിൻ്റെ തീർത്ഥജലം വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ഈ ഏരിയയിൽ നിന്നാണ്, ഇവിടെ ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് മാതാവിൻ്റെ തീർത്ഥജലം വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന കൗണ്ടർ കേട്ടോ. ഇവിടെ സാരി ഉടുത്ത ഒരു മാതാവിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഈ ആൽമരത്തിലാണ് കുട്ടികളുണ്ടാകാത്തവരൊക്കെ തൊട്ടിലൊക്കെ വന്ന് കെട്ടുന്ന. കുട്ടികളുണ്ടാകാത്തവർ തൊട്ടിൽ കെട്ടുന്നു. കല്യാണം നടക്കാത്തവർ താലി ഒക്കെ കെട്ടുന്ന ഒരു മരമാണിത്. നമുക്ക് മരത്തിന് ചുറ്റും കാണാം. ധാരാളം തൊട്ടിലുകളും മാലയും ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് ഈ മരത്തിന് ചുറ്റും കാണാം. ഇത് സ്റ്റെല്ല മരിയയുടെ ഓഡിയോ വിഷ്വൽ ഹാൾ എന്ന് പറയുന്ന ഒരു ഹാളാണ്. ഈ സാധനം ഇപ്പോൾ പൂട്ടിയിട്ടേക്കുവാണ്. ഓഡിയോ വിഷ്വൽ ഹാളിൽ 10 AM തമിഴ്, 11:30 AM മലയാളം, 3 PM തെലുങ്ക്, ഹിന്ദി ഒക്കെയുള്ള ഓഡിയോ വിഷ്വൽ കാര്യങ്ങൾ സ്ക്രീനിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്നത് അസീസി കോട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ തന്നെ അക്കോമഡേഷനാണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് പള്ളിയുടെ തന്നെ അക്കോമഡേഷനിൽ താമസിക്കാൻ പറ്റും. വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ. 100 രൂപ, 150 രൂപ, 200 രൂപയൊക്കെ ഉള്ളൂ ഫീസുള്ളൂ. അപ്പോൾ നമുക്ക് വേളാങ്കണ്ണി പള്ളിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കോമഡേഷൻ്റെ ഒക്കെ കോൺടാക്ട് നമ്പർ കിട്ടും. നമുക്ക് അവരെ വിളിച്ച് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും കേട്ടോ. വളരെ തുച്ഛമായ പൈസയ്ക്ക് 2 ബെഡിൻ്റെയും 3 ബെഡിൻ്റെയൊക്കെ റൂമുകളും അതുപോലെ തന്നെ ഡോർമെട്രികളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പള്ളിയുടെ തന്നെ റൂമിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ പള്ളിയുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇവിടുത്തെ കോൺടാക്ട് നമ്പറുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഇത് കണ്ടോ, ഇത് പള്ളിയുടെ പാർക്കിംഗ് ഏരിയയാണ്. വണ്ടികൾ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് കാണാം. പള്ളിയുടെ പാർക്കിംഗ് ഏരിയയാണിത്. പള്ളിയുടെ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് വീണ്ടും അപ്പുറം വലിയ കെട്ടിടങ്ങൾ കാണുന്നതെല്ലാം പള്ളിയുടെ തന്നെ അക്കോമഡേഷനാണ്. ഇപ്പോൾ പുറത്തൊക്കെ ഒരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ AC ഇല്ലാത്ത റൂമിന് മിനിമം 1000 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. AC ഉള്ള റൂമാണെങ്കിൽ 1500 രൂപയ്ക്ക് അവർ മേടിക്കും. അങ്ങനെയൊക്കെയുള്ള റൂമുകൾ പുറത്തുണ്ട്.
പിന്നെ കുറേ നടക്കാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഓട്ടോ വിളിച്ചൊക്കെ വരേണ്ടതായിട്ട് വരും പള്ളിയിലേക്ക്. അല്ലാതെ പള്ളിയുടെ അക്കോമഡേഷനിലും താമസിക്കാനുള്ള അവസരം നമുക്കുണ്ട്. ഇത് സെൻറ്റ് ലൂക്ക് പിരിഗ്രിം കോട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അക്കോമഡേഷനാണ് ഈ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇൻഫൻറ്റ് ജീസസ് പിരിഗ്രിം കോട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അക്കോമഡേഷനാണ്. ഇവിടെയെല്ലാം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ പള്ളിയുടെ തന്നെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ വെബ്സൈറ്റിൽ കയറി നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഈ നേരെ കാണുന്നത് ഒരു ആരാധന ചാപ്പലാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏകദേശം ഒരു 100-300 മീറ്റർ മാറി സെയിമായിട്ട് വേറൊരു ആരാധന ചാപ്പലും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വന്ന് ഇവിടെ ഇരുന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെയാണ് കുമ്പസാരത്തിന് വേണ്ടിയിട്ടും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു കെട്ടിടമാണിത്. ഈ ഒരു ആരാധന ചാപ്പലിനോട് തൊട്ട് ചേർന്നാണ് കുമ്പസാരിക്കുന്നതിനും കൗൺസിലിങ്ങിന് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള ഈ ഒരു സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. ആരാധന ചാപ്പലിനോട് ചേർന്ന് വലിയൊരു ഗ്രോട്ടൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഈ ആരാധന ചാപ്പലിൻ്റെ വശങ്ങളിലൊക്കെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ വാതിൽക്കൽ തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ക്ലിനിക്കൊക്കെ ഉണ്ട്. 2 ഡോക്ടർമാർ ഇവിടെ ഇരിക്കുന്നതാണ്. രാവിലെ 8 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 തൊട്ട് വൈകിട്ട് 8 വരെയുമാണ് ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തന സമയം. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കിൽ കൊണ്ട് കാണിക്കാൻ പറ്റും. നമ്മൾ ആദ്യം കണ്ട ആരാധന ചാപ്പലിന് ഓപ്പോസിറ്റുള്ള അടുത്ത ആരാധന ചാപ്പലാണിത്. ഇത് നേരെ ബസ് സ്റ്റാൻഡിലോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇങ്ങനെ നേരെ പോയാൽ ബസ് സ്റ്റാൻഡിലോട്ട് പോകും. ഇതിവിടുത്തെ ഒരു കോൺവെൻ്റാണ്, ഡോൺ ബോസ്കോ ഹോം ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോമാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ വേളാങ്കണ്ണിയിലെത്തി. മലയാളം കുർബാനയിലൊക്കെ പങ്കുകൊണ്ടു. അതിനുശേഷം മുട്ടയൊക്കെ അടിച്ചു. എല്ലാ പള്ളികളും ചാപ്പലുകളും എല്ലാം കണ്ടു. അപ്പോൾ ഈ വേളാങ്കണ്ണി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.